അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ശൂന്യ നിമിഷത്തെക്കുറിച്ച് വ്യാകുലപ്പെടാനുള്ള ഒരു കാരണം, ഒന്ന്, ആ സമയം വേദനാജനകമാണ്. അത് നമുക്ക് പറഞ്ഞു തരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അനുഭവിച്ച ഒരാൾക്ക് നാവ് അനക്കാൻ കഴിയാത്ത നേരമാണത്. ഹൃദയം നിശ്ചലമാകുന്ന ഒരു നേരമാണ്. കൈകാലുകളിൽ നിന്ന് റൂഹ് പിടിച്ചു പറിക്കുമ്പോൾ കാല് തണുത്തുറച്ച് ഒന്ന് ഓടാൻ പോലും കഴിയാത്ത വിധം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെടുന്ന ഒരേ ഒരു നേരമാണത്, അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നില്ലേ, ഞാനായിട്ടൊന്ന് കുളിച്ചു വരാം, ഞാൻ ഒറ്റയ്ക്ക് എത്ര കുളിച്ചതാണ്, ഇന്ന് ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ടല്ലേ ഞാൻ പുറത്തിറങ്ങിയത്, ഞാനൊന്ന് കുളിച്ചോട്ടെ. കഴിയില്ല നമുക്ക് പറയാൻ. അവര് നമ്മെടുത്ത് കുളിപ്പിക്കുകയാണ്. കണ്ണ് തുറന്നു വെച്ച കണ്ണൊന്ന് അടക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല, അവരായിട്ട് അടച്ചു വെക്കണം. വാ പൊളിച്ച് നിൽക്കുകയാണ്, അതൊന്ന് അടക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ആളുകൾ നാടകൊണ്ട് താടിയിൽ പിടിച്ച് കെട്ടിയിരിക്കണം, അല്ലേ? കൈകാലുകൾ ഒതുക്കി വെക്കാൻ നമ്മളെ കൊണ്ടാവുന്നില്ല. നമ്മളായിട്ട് നടന്നു ചെന്ന് ഞാൻ കിടന്നേക്കാം, ഇല്ല, നമ്മളെ എടുത്തു കൊണ്ടുപോവുകയാണ്. ആ ഒരു നേരം മനുഷ്യന് വരാനുണ്ടെന്ന് ഏത് നേരത്തും ഓർക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ വിശുദ്ധിയുണ്ടാകും. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങോട്ടുള്ള ഈ ഓട്ടത്തിനിടയിൽ മനുഷ്യൻ കാണിക്കുന്ന തത്രപ്പാടുകളാണ് നമ്മൾ ഈ കാണുന്നതിലൊക്കെ. ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ആ ഒരു നേരത്തെ സംബന്ധിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ ഇന്നമാ അന, ഞാൻ ഒരു വഴിയാത്രക്കാരനെ പോലെ, വഴിയോരത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു വൃക്ഷത്തിന്റെ തണല് കണ്ടപ്പോ അതിന്റെ താഴെ ഇരുന്ന് വിശ്രമിച്ച് ഞാൻ ചൂടാറിയപ്പോ എന്റെ യാത്ര തുടരുകയാണ്. അങ്ങനത്തെ ഒരു യാത്രക്കാരനെ പോലെ, ആ വൃക്ഷത്തിന്റെ താഴെ ഇരിക്കുന്ന പോലെയാണ് ഈ ലോകത്തെ 60-70 കൊല്ലത്തെ ജീവിതം എന്ന് നബി തങ്ങൾ ഉദാഹരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച്ച് മനുഷ്യനെ പിഴപ്പിക്കാൻ വരുന്ന ഒരു നേരമാണത്. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ സഹോദരൻ ബിശ്ർ ബിൻ മർവാൻ, അദ്ദേഹത്തെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ അബ്ദുൽ മലിക് ബിൻ മർവാൻ വല്ലാഹു അലൽ ഇറാഖൈൻ, 2 ഇറാഖുകളുടെ വാലിയായി, ഗവർണറായി നിയമിച്ചിരുന്നു ബിശ്ർ ബിൻ മർവാൻ. അദ്ദേഹം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. മരണമാസന്നമായപ്പോ അദ്ദേഹം നിലവിളിച്ച് കരയാൻ തുടങ്ങി. ചെറുപ്പക്കാരനായിരുന്നു. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ മരണസമയത്ത് കാണാൻ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരനാണ്. അന്ന് അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ നിന്ന് അദ്ദേഹം താഴെ ഇറങ്ങി ഓടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഡോക്ടർമാരെ മുഴുവനും പിന്നാലെയുണ്ട്. ക്യാൻസർ പോലുള്ള ഒരു അസുഖം വന്ന് അസ്വാബത്തുഹുൽ ആഖില, ആഖിലത്ത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നാണ്. മുമ്പ് പണ്ട് പറയുന്ന പേരതാണ്, ആഖില, ക്യാൻസർ, മനുഷ്യനെ തിന്നുന്ന രോഗം. അവയവങ്ങൾ ഓരോന്നും ഇന്റേണൽ ഓർഗാൻസ് ഒക്കെ തിന്നുപോകുന്ന രോഗം ആഖിലത്ത് എന്ന് കിതാബിൽ പറയും. ചെറുപ്പക്കാരനാണ്. ആ സുഖം വന്ന് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് ഹസനുൽ ബസ്രി തങ്ങൾ കാണുകയാണ്. ഡോക്ടർമാരെ പിന്നാലെയുണ്ട്, മന്ത്രി ചൂതിക്കൊടുക്കുന്ന ആളുകൾ കൂടെയുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ മനുഷ്യൻ ഓടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചില വചനങ്ങളുണ്ട്. ബിശ്ർ ബിൻ മർവാൻ ഭരണാധികാരിയാണ്, ഇറാഖിന്റെ രാജാവായിരുന്നു. യാ ലൈതനി കുൻതു റാഇയൻ അർഅൽ ഗനമ ഫിൽ ബാദിയ, മലയോരങ്ങളിൽ താഴ്വരകളിൽ ആടുമാടുകളെ മേച്ചു നടന്നിരുന്ന ഒരു ആട്ടിടയനായിരുന്നുവെങ്കിൽ, ഒരു ഷെപ്പേർഡ്, ഒരു ആട്ടിടയനായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചുപോയി. വലം അലിമിൻ അംറിൽ മുസ്ലിമീന ശൈആ, മുസ്ലിമീങ്ങളുടെ അധികാരവും അവരുടെ നേതൃത്വവും ഞാൻ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ, വഖദ് നസല അലയ്യ മാ ലാ തഅരിഫൂൻ, ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കല്ലാതെ മറ്റൊരാൾക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സിംഹാസനത്തിന് ഓടിച്ചെന്ന് താഴെ വീണ് മരിച്ച ഒരു ഭരണാധികാരിയാണ് മർവാൻ ഇബ്നു അബ്ദുൽ മലിക്. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ സഹോദരൻ ബിശ്ർ ബിൻ മർവാൻ. പൈസ കൊണ്ട് സാധിക്കുമെങ്കിൽ അവർക്കത് പിടിച്ചു നിർത്തിയേനെ. ആയുസ്സിന് അള്ളാഹു തന്നെ തരണ്ടയോ? അതിന് വേറെ ആർക്കും തരാൻ കഴിയില്ലല്ലോ. ഇദ്ദേഹം ഇങ്ങനെ മരിച്ച വിവരം മഹാനായ അബൂ ഹാസിം എന്നവരെ, മഹാനായ അബൂ ഹാസിം, അവരുടെ പേര് സലമത്ത് ബിൻ ദീനാർ എന്നാണ്. അവരും അതുപോലെ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളും താബിഈങ്ങളുടെ പ്രഗൽഭരായ പണ്ഡിതന്മാർ രണ്ടുപേരും ഈ കഥ കേട്ടപ്പോൾ പറഞ്ഞ ഒരു വചനമുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ജഅലഹും യഫിറൂന ഫിൽ മൗതി ഇലൈനാ, മരണം വരുമ്പോഴെങ്കിലും നമ്മിലേക്ക് ഓടി വന്നല്ലോ അവര്. വലാ നഫിറു ഇലൈഹിം, നമ്മൾ അവരേക്ക് ഓടിച്ചെന്നിട്ടില്ല. ഈ മനുഷ്യൻ പണ്ഡിതന്മാരുടെ
ദ്വാരക്കാൻ ആളുണ്ടോ, പ്രാർത്ഥിക്കാൻ ആളുണ്ടോ എന്ന് ഇവരെ തേടി വരികയായിരുന്നു. അതുവരെ സമ്പാദ്യത്തിന്റെ പിന്നാലെ നടന്ന് മരണം ആസന്നമായപ്പോൾ രക്ഷപ്പെടുത്താൻ ആരുമില്ലല്ലോ. മാരക രോഗം വന്നാൽ ചികിത്സിക്കുന്ന ഡോക്ടറെ ദൈവതുല്യം കാണുന്ന ആളുകളുണ്ട്. എന്റെ ജീവൻ ഇയാളുടെ കയ്യിലാണെന്ന്. ആ ഡോക്ടറുടെ ജീവൻ പോലും അല്ലാഹുവിന്റെ കയ്യിലാണ്. അങ്ങനെയല്ലേ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചുവല്ലോ, റബ്ബേ അലസ്ത തുംറിദു, അല്ലാഹുവേ നീയല്ലയോ രോഗം കൊടുക്കുന്നത്, വലസ്ത തശ്ഫീ, നീയല്ലയോ രോഗം ശിഫയാക്കുന്നത്. മൂസാ നബി അല്ലാഹുവിനോട് ചോദിച്ച അത്ഭുതങ്ങളായ ചോദ്യങ്ങളുണ്ട്. നീയല്ലേ പടച്ചോനെ രോഗം കൊടുക്കുന്നത്? ആ മൂസാ നബിയെ ഞാൻ തന്നെയാണ്. നീയല്ല റബ്ബേ ശിഫ കൊടുക്കുന്നത്? അതെ ഞാൻ തന്നെയാണ്. ഫമാ ബാലുൽ അത്ബാ, പിന്നെ ഡോക്ടർമാരെന്താണ് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, മൂസ നബിയെ ഡോക്ടർമാർ ചെയ്യുന്നത് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. അവര് ചെയ്യുന്നത് യഅ്കുലൂന റസാഖഹും വയുതയ്യിബൂന ഖുലൂബ ഇബാദി ഹത്താ യഅതിയഹും ശിഫാഇ ഔ ഖളാഇ. അവരവരുടെ ജോലി ചെയ്ത് തിന്നുകയാണ് മൂസ നബിയെ. അതവരുടെ ഉപജീവന മാർഗമാണ്. ശിഫ തരുന്നത് ഞാനാണ്. ഗുളിക കുടിച്ചാൽ ശിഫയാകുമെങ്കിൽ എല്ലാ രോഗികൾക്കും ശിഫ കിട്ടണ്ടേ? ഡോക്ടർമാര് പറയും ബോഡി റിയാക്ട് ചെയ്യുന്നില്ല. അതന്നെയായി പറയണത്. അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയാണ്. ഓപ്പറേഷൻ ചെയ്തു, ബോധം തിരിച്ചു വരുന്നില്ല. ബോധം തിരിച്ചു വരേണ്ടതാണ്. പ്രഗത്ഭനായ ഡോക്ടർ ചെയ്ത ഓപ്പറേഷനാണ്, പക്ഷേ സക്സസ്ഫുൾ ആയില്ല എന്ന് പറയും. നമ്മൾ പറയും ഓപ്പറേഷൻ ഫെയിലിയർ ആണ്. അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയാണ്. മൂസ നബിയുടെ ചോദ്യം എത്ര മനോഹരം. അള്ളാഹുവേ നീയാണ് രോഗം കൊടുക്കുന്നതെങ്കിൽ, നീയാണത് ശിഫയാക്കുന്നതെങ്കിൽ ഡോക്ടർമാര് ചെയ്യുന്ന പണി എന്താണ്? മൂസ നബിയെ അവരവരുടെ ഭക്ഷണം തിന്നുകയാണ്, കഴിഞ്ഞില്ല. വയുതയ്യിബൂന ഖുലൂബ ഇബാദി, എന്റെ രോഗികളായ അടിമകളുടെ മനസ്സിനൊരു സമാധാനം അവർക്ക് കൊടുക്കാൻ കഴിയും. ആ ഡോക്ടറെ കണ്ടു, മരുന്ന് തന്നിട്ടുണ്ട്, നാളെ ഓപ്പറേഷനാണ്, അല്ലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇച്ചിരി ആശ്വാസം തോന്നുന്നു. ഇവിടെ ഇതൊക്കെ കൊടുക്കുന്നത് അല്ലാഹു ആണ്. ഡോക്ടർക്ക് മരുന്ന് എഴുതി തരാമെന്നല്ലാതെ ആ കുടിച്ച ഗുളിക അല്ലെങ്കിൽ മരുന്ന് ശരീരത്തിനുള്ളിൽ ചെന്ന് പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ ആര് ചെയ്യും? അല്ലാഹു അല്ലാതെ. നമ്മുടെ ശരീരവുമായി ഇതിനെ പൊരുത്തപ്പെടിക്കേണ്ടത് ആരാണ്? സ്രഷ്ടാവല്ലാതെ. അതുകൊണ്ട് മൂസ നബിയെ എന്റെ രോഗികളുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ ഡോക്ടർമാർക്ക് കഴിയും. ഒന്നുകിൽ എന്റെ വിധി മരണമാണെങ്കിൽ മരണം, അല്ലെങ്കിൽ ഞാൻ വിധിക്കുന്നത് ശിഫയാണെങ്കിൽ ശിഫ. അത് രണ്ടും വരുന്നത് വരെ രോഗികൾക്കൊരു മനസ്സമാധാനം കൊടുക്കലും ഡോക്ടർമാരുടെ ജോലിയാണ്. ശിഫ കൊടുക്കൽ അവരല്ല, ശിഫ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗം വന്നാൽ ശിഫയാക്കുന്നത് അല്ലാഹു തന്നെ, രോഗം തരുന്നതും അല്ലാഹു തന്നെ. ഇതല്ലേ നമ്മുടെ അഖീദ. പക്ഷേ നമുക്ക് തോന്നിപ്പോകും, ഡോക്ടർമാരുടെ കൈ പിടിച്ച് കരയുന്ന രോഗികളുണ്ട്. ആ നേരത്തെ മനോഗതി അങ്ങനെയാണ്. വല്ലാത്ത സങ്കടം, ഡോക്ടറെ നിങ്ങൾ എന്നെ കൈവിടരുതേ എന്നൊക്കെ പറഞ്ഞു പോകുന്ന രോഗികളുണ്ട്. വേദന കൊണ്ട്, വിഷമം കൊണ്ട്. സഹോദരാ സഹോദരി, അവരാർക്കും നിന്റെ രോഗം മാറ്റാൻ കഴിയില്ല. ഏകനായ സ്രഷ്ടാവായ അല്ലാഹുവിനല്ലാതെ. രോഗവും അതിന്റെ ചികിത്സയും മഹാത്ഭുതമാണ്. ഡോക്ടർമാർക്ക് പോലും പിടികിട്ടാത്തതാണ്. അവരെഴുതിയ മരുന്ന് കൊണ്ട് ശിഫയാകാത്തത് പ്രാർത്ഥന കൊണ്ട് ശിഫയാകുന്നില്ലേ? കൊണ്ടുപോയിക്കോളൂ, 4-5 ദിവസം കഴിഞ്ഞാൽ ആള് മരിക്കുമെന്ന് പറഞ്ഞ കേസുകൾ എത്രയാണ്? പ്രാർത്ഥനയാൽ വർഷങ്ങളോളം ജീവിച്ചത് എത്ര അനുഭവങ്ങളുണ്ട്. ശിഫയാക്കുന്നത് അല്ലാഹുവാണെന്ന് ബോധ്യപ്പെടുത്താനാണത്, മനുഷ്യന്മാരുടെ കയ്യിലല്ല. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിടുന്ന ആളുകള് പെട്ടെന്ന് മരിക്കുന്നില്ലേ? വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര ആരോഗ്യമുള്ള ആളുകളാണ്. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി, എത്ര ഹെൽത്തി ആരോഗ്യമുള്ള ആളുകള് ഒരു അസുഖവുമില്ലാതെ വളരെ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്. എത്ര രോഗികളാണ് കൊല്ലങ്ങളോളം കിടന്നത്. എത്ര രോഗികൾ കിടക്കുന്നുണ്ട്. 20 കൊല്ലം 30 കൊല്ലം രോഗം കൊണ്ട് മരുന്ന് കുടിച്ച് നടക്കുന്നു. 40 കൊല്ലം ഒരു കുഴപ്പവുമില്ലാതെ ചെറുപ്പക്കാരെ പെട്ടെന്ന് മരിക്കുന്നില്ലേ? ഈ ലോകത്തിന്റെ അവസ്ഥ അത്രയുള്ളൂ. ആ ഒരു നിമിഷത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുങ്ങിയിരിക്കുന്നത്